Hello guys, welcome to Free Maths. Today we are going to study trigonometry in 11th class. Trigonometric problems ചെയ്യാം. 11th classലെ trigonometric problems ചെയ്യാം. If cos x equal to minus 3/5 and x lies in third quadrant, given that x is in third quadrant, then find all trigonometric ratios. All trigonometric ratios. നോക്കാം. Cos x, we have an identity cos square x plus sin square x equal to 1. From that identity, sin square x equal to 1 minus cos square x equal to 1 minus cos square x ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. cos x ന്റെ വില minus 3/5 the whole square equal to 1 minus 3 square 9/25. That is sin square x equal to 1 minus 9/25 equal to LCM എടുക്കുക. 25 minus 9/25 that is 16/25. sin square x ന്റെ വില 16/25. sin square x ന്റെ വില അത്രയാണെങ്കിൽ sin x നമുക്ക് കാണാം സ്ക്വയർ റൂട്ട് ഓഫ് 16/25 that is equal to plus or minus 4/5. പ്ലസ് ആണോ മൈനസ് ആണോ എന്നറിയാൻ നമുക്കൊരു ടേം തന്നിട്ടുണ്ട് ഇവിടെ. എക്സ് ലൈസ് ഇൻ തേർഡ് ക്വാഡ്രന്റ്. തേർഡ് ക്വാഡ്രന്റിലെ സൈന് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് സൈനിന്റെ വാല്യൂ നമ്മൾ ഏതെടുക്കണം? -4/5. സൈൻ -4/5 ആണ് സൈൻ എക്സ്. അങ്ങനെയാണെങ്കിൽ കൊസീക് എക്സും സൈൻ എക്സും തമ്മിൽ റിലേഷൻ ഉണ്ടല്ലോ, അതിന്റെ റെസിപ്രോക്കലാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇതിന്റെ റെസിപ്രോക്കൽ 1 sin x ഈക്വൽ ടു ഇതിന്റെ റെസിപ്രോക്കൽ കാണും. ദാറ്റ് ഈസ് -1 ഡിനോമിനേറ്റർ മൈനസ് ആയാലും ന്യൂമറേറ്റർ മൈനസ് ആയാലും ആൻസർ മൈനസ് ആണ്. 5/4 അതിൻ്റെ നേരെ തിരിഞ്ഞു വരും. ദെൻ വി ഹാവ് cos x ഈക്വൽ ടു -3/5. sec x അതിൻ്റെ റെസിപ്രോക്കലാണ് cos x ന്റെ. ദാറ്റ് ഈസ് 1/cos x ഈക്വൽ ടു 1/-3/5 ഈക്വൽ ടു ഇതിൻ്റെ റെസിപ്രോക്കൽ ഇട്ട് ഇൻറ്റു ചെയ്താൽ മൈനസ് നേരെ തിരിഞ്ഞു വരും. ഇതിൻ്റെ നേരെ തിരിച്ചു വരും. നെക്സ്റ്റ് tan x. ഫ്രം ഏർലിയർ ക്ലാസ്സസ് വി ഹാവ് സ്റ്റഡീഡ് tan x ഈക്വൽ ടു sin x ബൈ cos x. നമുക്ക് sin x ഉണ്ട്, cos x തന്നിട്ടുണ്ട്, sin x നമ്മൾ കണ്ടുപിടിച്ചു. ദാറ്റ് ഈസ് ഈക്വൽ ടു sin x എത്രയാണ്? -4/5 ഡിവൈഡഡ് ബൈ cos x -3/5. ദാറ്റ്സ് ഈക്വൽ ടു -4/5 ഇൻറ്റു റെസിപ്രോക്കൽ ഇട്ട് ഇൻറ്റു ചെയ്യണം -5/3. ഇത് രണ്ടും കട്ടായി കഴിഞ്ഞാൽ 4/3 കിട്ടും. tan x ന്റെ വില 4/3 കിട്ടും. cot x tan x തമ്മിൽ റിലേഷൻ ഉണ്ട്. cot x tan x റെസിപ്രോക്കൽസ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇറ്റ് ഈസ് cot x ഈക്വൽ ടു 1/tan x ഈക്വൽ ടു 1/4/3 ഈക്വൽ ടു അതിൻ്റെ റെസിപ്രോക്കൽ വരും 3/4. Then we have cos x equal to -3/5 and x lies in the third quadrant. Find all other trigonometric ratios. Cos square x plus sin square x equal to 1. Sin square, from that identity we get sin square x equal to 1 minus cos square x. That is sin square x equal to 1 minus cos x ന്റെ ഹോൾ സ്ക്വയർ ആണ് cos square x. That is -3/5 the whole square. 1 minus -3/5 ന്റെ സ്ക്വയർ 9/25. That is taking LCM we get 16/25. sin square x equal to 16/25. Therefore sin x equal to square root of 16/25. That is plus or minus 4/5. ഇനി സൈന് തന്നിരിക്കുന്ന ആംഗിൾ എക്സ് എന്ന ആംഗിൾ തേർഡ് ക്വാഡ്രന്റിൽ സൈന് നെഗറ്റീവ് ആണ്. അതുകൊണ്ട് നമ്മൾ സൈൻ എക്സിന്റെ വാല്യൂ ഏതെടുത്തു? -4/5 എടുത്തു. കൊസീക് എക്സ് അത് ഫസ്റ്റ് ക്വാഡ്രന്റ്, സെക്കൻഡ് ക്വാഡ്രന്റ്
ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ്, ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഇവിടെ എല്ലാ ടേംസും പോസിറ്റീവാണ്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈന് പോസിറ്റീവാണ്, അതിൻ്റെ റെസിപ്രോക്കലും പോസിറ്റീവാണ്. തേർഡ് ക്വാഡ്രൻറ്റിൽ ടാന് അതിൻ്റെ റെസിപ്രോക്കലും പോസിറ്റീവാണ്, ബാക്കിയെല്ലാം നെഗറ്റീവ്. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കോസ് പോസിറ്റീവാണ്, അതിൻ്റെ റെസിപ്രോക്കൽ. ഇത് ഓർത്തിരിക്കാൻ വേണ്ടി നമുക്ക് ഓൾ സിൽവർ ടീ കപ്സ് എന്നുള്ള ഒരു ലൈൻ മാത്രം ഓർത്തിരുന്നാൽ മതി. കാരണം ആ ലൈൻ ഓർത്തിരുന്നാൽ ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഓൾ ആർ പോസിറ്റീവ്, സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സിൽവറിൻ്റെ ഫസ്റ്റ് ലെറ്റർ സൈൻ SI, സൈനും അതിൻ്റെ റെസിപ്രോക്കൽ കൊസീക്കും പോസിറ്റീവ്. തേർഡ് ക്വാഡ്രൻറ്റിൽ ടീയുടെ ഫസ്റ്റ് ലെറ്റർ എടുക്കുക, ടാനും അതിൻ്റെ റെസിപ്രോക്കലും കോട്ടും പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവ്. കപ്സിൻ്റെ ഫസ്റ്റ് ലെറ്റർ എടുക്കുക C, അത് കോസും അതിൻ്റെ എതിരും പോസിറ്റീവ്, ബാക്കിയെല്ലാം നെഗറ്റീവ്. ദെൻ ഇവിടെ എക്സ് തേർഡ് ക്വാഡ്രൻറ്റിലാണ്. എക്സ് എന്ന ആംഗിൾ തേർഡ് ക്വാഡ്രൻറ്റിലാന്ന് പറഞ്ഞിട്ടുണ്ട്. തേർഡ് ക്വാഡ്രൻറ്റിൽ സൈന് നെഗറ്റീവാണ്. സൈൻ സെക്കൻഡ് ക്വാഡ്രൻറ്റിലേ ഉള്ളൂ പോസിറ്റീവ്, തേർഡ് ക്വാഡ്രൻറ്റിൽ നെഗറ്റീവാണ്. അതുകൊണ്ട് നമ്മളിവിടെ +or-4/5 എന്നുള്ളത് -4/5 എടുത്തു, തേർഡ് ക്വാഡ്രൻറ്റിലായതുകൊണ്ട്. പിന്നെ കൊസീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ സൈനിൻ്റെ നേരെ റെസിപ്രോക്കൽ വരും. അപ്പം 1/sin x, this 1/sin x-ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, -4/5 ഈക്വൽ ടു റെസിപ്രോക്കൽ ഇൻറ്റു ചെയ്യുക, -5/4. We have cos x equal to -3/5. Then sec x ഉം cos x ഉം തമ്മിലുള്ള റിലേഷൻ എന്താണ്? sec x equal to 1/cos x. അങ്ങോട്ടും ഇങ്ങോട്ടും റെസിപ്രോക്കൽ നേരെ ഇതാണ്. 1/cos -3/5 ഈക്വൽ ടു റെസിപ്രോക്കൽ ഇൻറ്റു ചെയ്യുക, -5/3. We have tan x equal to, you have studied from earlier classes, sin x by cos x. That is sin x എത്രയാണ്? -4/5 ഡിവൈഡഡ് ബൈ cos x -3/5 ഈക്വൽ ടു റെസിപ്രോക്കൽ ഇൻറ്റു ചെയ്യുക, മൈനസും മൈനസും പോസിറ്റീവ് ആവും, 5 കട്ടായി പോകും, 4/3. cot x ഈക്വൽ ടു 1/tan x ഈക്വൽ ടു 1/tan x-ൻ്റെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 4/3. ദാറ്റ് ഈസ് ഈക്വൽ ടു റെസിപ്രോക്കൽ ഇൻറ്റു ചെയ്യുക, 3/4. നെക്സ്റ്റ് വൺ മോർ പ്രോബ്ലം. Given that sin x equal to 3/5 and x lies in second quadrant, ആയാൽ ബാക്കി എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോസും കാണുക. ഫൈൻഡ് ഓൾ ട്രിഗ്നോമെട്രിക് റേഷ്യോ, സൈൻ ഒഴിച്ച് ബാക്കിയല്ല. സൈൻ തന്നിട്ടുണ്ട്. ഇപ്പം ചെയ്ത പോലെ തന്നെ ചെയ്യാം, പക്ഷേ എക്സ് ഏത് ക്വാഡ്രൻറ്റിലാണെന്നുള്ളത് അനുസരിച്ചാണ് നമ്മൾ ആംഗിൾ ഏത് ക്വാഡ്രൻറ്റിലാണ് അതിനനുസരിച്ചാണ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കുക. sin x equal to 3/5. We have sin square x, cos square x plus sin square x plus identity. cos square x equal to trigonometric identity ആണ്. cos square x equal to 1. Then cos square x equal to സൈൻ്റെ ടേമിൽ എഴുതാം, സൈനല്ലേ നമുക്ക് അറിയുന്നത്, 1 - sin square x equal to 1 - sin square x-ൻ്റെ ഹോൾ സ്ക്വയർ, അതിൻ്റെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് cos square x equal to 1 - 9/25 ഈക്വൽ ടു LC കൊടുക്കുക, 25 - 9/25 ദാറ്റ് ഈസ് ഈക്വൽ ടു 16/25. cos square x-ൻ്റെ വിലയാണ് 16/25. cos x കാണുക, cos x സ്ക്വയർ റൂട്ട് ഓഫ് 16/25 ദാറ്റ് ഈസ് ഈക്വൽ ടു +or-4/5. ഇനി cos x പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കാണാൻ ആ ആംഗിൾ ഏത് ക്വാഡ്രൻറ്റിലാണ് ലൈ ചെയ്യുന്നത് പറയുന്നുണ്ട്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ. ഇവിടെ ഓള് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, ഇവിടെ സൈനും കൊസീക്കും സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ. സൈനും കൊസീക്കേ പോസിറ്റീവ് ഉള്ളൂ. തേർഡ് ക്വാഡ്രൻറ്റിൽ ടാനും കോട്ടും പോസിറ്റീവാണ്. ഫോർത്ത് ക്വാഡ്രൻറ്റിൽ കോസും സീക്കും പോസിറ്റീവാണ്. ഇത് ഓർത്തിരിക്കാൻ ഞാൻ പറഞ്ഞ ഓൾ സിൽവർ ടീ കപ്സ്
ഇതിൽ ഓൾ പോസിറ്റീവ് സെക്കൻഡിൽ സ്പെല്ലിംഗ് എടുക്കുക, സൈനും കൊസീക്കും പോസിറ്റീവ്. തേർഡിൽ ടാനും കോട്ടും. ഫോർത്തിൽ കപ്സിൻ്റെ സി എടുക്കുക, അത് കോസും സീക്കും. ദെൻ സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈനും കൊസീക്കും മാത്രമേ ഉള്ളൂ പോസിറ്റീവ്, കോസ് നെഗറ്റീവാണ്. അതുകൊണ്ട് കോസിൻ്റെ വാല്യൂ ഏതെടുക്കും? കോസ് എക്സ് ഈക്വൽ ടു -4/5 എടുക്കും. -4/5. ഇനി സൈൻ എക്സും കിട്ടി, കോസ് എക്സും കിട്ടി. കോസ് എക്സ് കിട്ടിക്കഴിഞ്ഞാൽ സീക്ക് എക്സ് കാണാമല്ലോ, 1/cos x. അതിൻ്റെ റെസിപ്രോക്കൽ അല്ലേ? ഇത് എക്സ് ഏത് ക്വാഡ്രൻറ്റിലാന്ന് നോക്കിയിട്ട് വേണം നമ്മൾ പോസിറ്റീവ് വാല്യൂ ആണോ നെഗറ്റീവ് വാല്യൂ ആണോ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ എടുക്കുന്നതെന്നറിയാം. ഈക്വൽ ടു 1/-4/5 ഈക്വൽ ടു -5/4. ഇപ്പോൾ സൈൻ എക്സ് ഉണ്ട്, കൊസീക്ക് എക്സ് കാണാം. സൈൻ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 3/5. ഇപ്പോൾ കൊസീക്ക് എക്സ് കാണാം. ഇതിൻ്റെ റെസിപ്രോക്കൽ അല്ലേ സൈൻ്റെ? 1/sin x ഈക്വൽ ടു 1/3/5 ഈക്വൽ ടു റെസിപ്രോക്കൽ. നെക്സ്റ്റ് tan x ഈക്വൽ ടു sin x ബൈ cos x ഈക്വൽ ടു sin x എത്രയാണ്? 3/5/cos x -4/5. 5ഉം 5ഉം കട്ടാക്കിയാൽ -3/4. cot x ഈക്വൽ ടു കോട്ട് ഏതിൻ്റെ റെസിപ്രോക്കലാണ്? ടാനിൻ്റെ. ഈക്വൽ ടു 1/-3/4 ഈക്വൽ ടു -4/3. റെസിപ്രോക്കലിട്ട് ഇൻറ്റു ചെയ്യുക. വൺസ് മോർ sin x ഈക്വൽ ടു 3/5. എക്സ് ലൈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. ദെൻ ഫൈൻഡ് ഓൾ അതർ ട്രിഗ്നോമെട്രിക് റേഷ്യോസ്. sin square x plus cos square x equal to 1. ട്രിഗ്നോമെട്രിക് ഐഡൻറ്റിറ്റി. cos square x equal to 1 minus sin square x. ഈ ഐഡൻറ്റിറ്റി ഒന്ന്. ദാറ്റ് ഈസ് 1 minus sin x-ൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 3/5 ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് 1 minus 9. cos square x equal to 1 minus 9/25. ദാറ്റ് ഈസ് ഈക്വൽ ടു LCM എടുത്തു 16/25. cos square x-ൻ്റെ വിലയാണ് 16/25. therefore cos x equal to square root of 16/25 ഈക്വൽ ടു +or-4/5. ഇനിയാണ് നമ്മൾ ക്വാഡ്രൻ്റ് നോക്കേണ്ടത്. ക്വാഡ്രൻറ്റിൽ ഫസ്റ്റിൽ എല്ലാം പോസിറ്റീവാണ്, സെക്കൻഡിൽ സൈനും കൊസീക്കും സെക്കൻഡ് ഇതാണ്, തേർഡിൽ ടാനും കോട്ടും പോസിറ്റീവാണ്, ഇതിൽ കോസും സീക്കും പോസിറ്റീവാണ്. ഇവിടെ സെക്കൻഡ് ക്വാഡ്രൻ്റാന്ന് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈനും കൊസീക്കും ഒഴിച്ച് ബാക്കിയെല്ലാം നെഗറ്റീവ്. അവിടെ കോസ് അപ്പോൾ ഏത് വാല്യൂ എടുക്കേണ്ടത്? നെഗറ്റീവ് വാല്യൂ എടുക്കണം, -4/5. ദെൻ കോസ് കിട്ടിക്കഴിഞ്ഞാൽ സീക്ക് കാണാൻ അതിൻ്റെ റെസിപ്രോക്കൽ വരും. സീക്ക് എക്സ് ഈക്വൽ ടു 1/cos x ഈക്വൽ ടു 1/-4/5. അതിൻ്റെ റെസിപ്രോക്കൽ ഇട്ട് ഇൻറ്റു ചെയ്യുക. sin x ഈക്വൽ ടു 3/5. കൊസീക്ക് എക്സ് ഈക്വൽ ടു 1/sin x ഈക്വൽ ടു 1/3/5. അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുക. tan x വി ഹാവ് tan x ഈക്വൽ ടു sin x ബൈ cos x. ദാറ്റ് ഈസ് ഈക്വൽ ടു sin x-ൻ്റെ വില ഇവിടെ കൊടുക്കുന്നു ബൈ cos x -3/5 4/5. ദാറ്റ് ഈസ് റെസിപ്രോക്കൽ ഇട്ട് ഇൻറ്റു ചെയ്യുന്നു. 5 കട്ടാകുന്നു, -3/4. cot x ഈക്വൽ ടു 1/tan x ഈക്വൽ ടു 1/-3/4. ദാറ്റ് ഈസ് -4/3. വൺസ് മോർ you have വന്നിട്ടുണ്ട് sin x ഈക്വൽ ടു 3/5. എക്സ് ഏത് ക്വാഡ്രൻറ്റിലാണ്? എക്സ് ഈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രൻറ്റ്. ആ ക്വാഡ്രൻറ്റ് നോക്കിയിട്ടാണ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ. വി ഹാവ് sin square x പ്ലസ് cos square x ഈക്വൽ ടു 1. ദെൻ ഫോർ ഫൈൻഡിങ് cos x we have sin x. therefore writing cos square x ഈക്വൽ ടു 1 minus sin square x ഈക്വൽ ടു 1 minus sin x-ൻ്റെ വില സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഈക്വൽ ടു 1 minus 9/25 ഈക്വൽ ടു 16/25. cos square x-ൻ്റെ വിലയാണ് 16/25. therefore cos x ഈക്വൽ ടു square root of 16/25. that is equal to +or-4/5. അപ്പോൾ അന്നേരമാണ് നമ്മൾ ഏത് ക്വാഡ്രൻ്റാണെന്ന് നോക്കുന്നത്. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാം പോസിറ്റീവാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈനും കൊസീക്കും മാത്രം പോസിറ്റീവാണ്. സെക്കൻഡ് ഇതാണ്, ഇത് തേർഡ്.
ഇത് ഫോർത്ത്. ഇനി സെക്കൻഡ് ക്വാഡ്രൻ്റ് കോസ് സൈനും കോസിക്കും ഒഴിച്ച് ബാക്കി എല്ലാ റേഷ്യോസും നെഗറ്റീവാണ്. ഇവിടെ കോസ്, അതുകൊണ്ട് കോസിൻ്റെ വാല്യൂ എന്തെടുക്കും? കോസ് എക്സ് ഈക്വൽ ടു നെഗറ്റീവാണ്. സെക്കൻഡ് ക്വാഡ്രൻ്റ് നെഗറ്റീവാണ്, അതുകൊണ്ട് -4/5 വാല്യൂ എടുക്കും. ദെൻ കോസ് എക്സ് കിട്ടിയാൽ പിന്നെ സീക്ക് എക്സ് കിട്ടാൻ എളുപ്പമാണ്. സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ 1/cos x ആണ്, ഈക്വൽ ടു 1/cos എക്സിൻ്റെ വില നമ്മളിവിടെ കണ്ടുപിടിച്ചല്ലോ. -4/5 ഈക്വൽ ടു റെസിപ്രോക്കൽ ഇൻറ്റു -5/4. കോസ് എക്സ് കണ്ടു, സീക്ക് എക്സ് കണ്ടു, സൈൻ എക്സ് ഉണ്ട്. സൈൻ എക്സ് ഉള്ളപ്പോൾ നമുക്ക് കൊസീക്ക് എക്സിൻ്റെ വാല്യൂ ആണ്. സൈൻ എക്സ് ഈക്വൽ ടു 3/5. കൊസീക്ക് എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ റെസിപ്രോക്കൽ വരും സൈൻ്റെ. ഇറ്റ് ഈസ് 1/sin ഈക്വൽ ടു 1/3/5 ഈക്വൽ ടു റെസിപ്രോക്കൽ ഇൻറ്റു ചെയ്യുക. നെക്സ്റ്റ് വി ഹാവ് സ്റ്റഡീഡ് tan x ഈക്വൽ ടു sin x ബൈ cos x. sin എക്സിൻ്റെ വില എത്രയാണ്? 3/5 ഡിവൈഡഡ് ബൈ -4/5. 5 കട്ടാകും. ആൻസർ 3/4, -3/4. നെക്സ്റ്റ് cot x. Relationship between tan x and cot x. Cot x equal to 1/tan x. Tan x equal to 1/-3/4 equal to reciprocal into -4/3. Then once more sin x equal to 3/5. So we have an identity sin square x plus cos square x equal to 1. Trigonometric identity. From that identity cos square x equal to 1 minus sin square x. ഇതുള്ള ടേമിലാണ് ഇത് എഴുതേണ്ടത്, കാരണം sin എക്സിൻ്റെ വാല്യൂ നമുക്കുണ്ട്. cos x കണ്ടുപിടിക്കണം. ഈക്വൽ ടു cos square x equal to 1 minus sin square x equal to 1 minus substituting the value of sin x is 16/25. cos x equal to square root of 16/25 equal to +or-4/5. ഇത് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് തന്നിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് ക്വാഡ്രൻറ്റിലായാൽ കോസ് നെഗറ്റീവാണ്, -5/4. കോസ് എക്സ് ഈക്വൽ ടു കോസ് എക്സ് ഈക്വൽ ടു -4/5. സീക്ക് എക്സ് ഈക്വൽ ടു 1/cos x റെസിപ്രോക്കലാണ്. അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. കോസ് എക്സിൻ്റെ ഇത് -5/4. sin x ഈക്വൽ ടു 3/5. കൊസീക്ക് എക്സും സൈൻ എക്സും തമ്മിലുള്ള റിലേഷൻ കൊസീക്ക് എക്സ് സൈനിൻ്റെ റെസിപ്രോക്കലാണ്. 1/sin x, ദാറ്റ് ഈസ് 1/3/5 ഈക്വൽ ടു 5/3. tan x ഈക്വൽ ടു sin/cos. സൈനും ഉണ്ട് കോസും ഉണ്ട്. 3/5/-4/5 ഈക്വൽ ടു -3/4. 5 കട്ടായി പോകും. cot x ഈക്വൽ ടു ടാനിൻ്റെ റെസിപ്രോക്കലാണ്. 1/tan x ഈക്വൽ ടു 1/-3/4 ഈക്വൽ ടു -4/3. Thank you very much for watching this video. ഈ വീഡിയോ നിങ്ങൾക്ക് നല്ലതുപോലെ ഈ ക്ലാസ് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഇടാവുന്നതാണ്. അതിനനുസരിച്ച് ക്ലാസ്സുകൾ തുടരുന്നതാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.